നിങ്ങളും ദൈവമായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം. റിലേഷനാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നിങ്ങൾ ഉണ്ടാക്കണം. അതൊരു പ്രശ്നാധിഷ്ഠിതമായ റിലേഷൻ ആകരുത്. കാരണം ദൈവത്തെ നിങ്ങളെ അറിയാം. നിങ്ങൾ പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് തിരിഞ്ഞു നോക്കത്തില്ലെന്ന് അറിയാം. അത് റെക്ടിഫൈ ചെയ്യണം. നിങ്ങൾക്ക് ദൈവമായിട്ട് ആ റിലേഷൻ വരാൻ പോകുന്ന ഡാമേജുകള് ആദ്യമേ കയറി റെക്ടിഫൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരുടെ സ്വഭാവം ഉണ്ടല്ല, പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥനയുള്ളൂ. അല്ലെങ്കിൽ അവർ ടി വി കണ്ട, മൊബൈലും കണ്ട, കോമഡിയും കണ്ട് ഇടിച്ചൊക്കെ അങ്ങനെ ഇരുന്നുള്ളൂ. ഒരു പ്രശ്നമില്ല, ഭക്ഷണം കഴിച്ച് മറിക്കിടന്ന് ഉറങ്ങും. അപ്പൊ നിങ്ങൾ ദൈവത്തെ അറിയാം. പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ അവൻ ദൈവത്തിന് മുമ്പിൽ വരത്തുള്ളൂ. ഇനി പ്രശ്നകാലം കഴിയുമ്പോൾ അവൻ പഴയ അവന്റെ വഴിയിൽ കഴിക്കും, ചുമ്മാ പിന്നെ പോകുന്നത്. അത് റെക്ടിഫൈ ചെയ്യണം. അപ്പൊ നേരത്തെ പറയണം, ദൈവമേ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ വരണമല്ല. എന്റെ പ്രശ്നമില്ലാത്തൊരു കാലം വന്നാലും ഞാൻ നിന്റെ കൂടെ തന്നെ ആയിരിക്കും. അതൊരു നിലപാടാണ്. ശരി, ഞാൻ ഈ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ വന്നത്, ഞാൻ സമ്മതിച്ചു. പക്ഷെ എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാലം തന്നാലും ഞാൻ നിന്റെ കൂടെ തന്നെയായിരിക്കും. ഇത് പ്രാർത്ഥിച്ച ദൈവമേ, ഇപ്പൊ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ആശ്രയിക്കുന്നത്. പക്ഷേ എനിക്ക് പ്രശ്നമില്ലാത്തൊരു കാലം തന്നാലും ഇഷ്ടമായി ഞാൻ നിന്റെ വഴികളിലെ സഞ്ചരിച്ചിരിക്കാം. ഇത് ഏതാണ് ഞാൻ ലൂപ്പ് പറഞ്ഞത്? ഇത് അടക്കണം. കാര്യം ദൈവത്തിനോട് കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ എല്ലാം അറിയാമല്ലോ, വരാൻ പോകുന്ന എല്ലാം അറിയാവുന്ന കാരണം നേരത്തെ തന്നെ. അതുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഉടമ്പടി താമസിക്കുന്നതിന്റെ കാരണം അവർ ഉടമ്പടിയിലല്ല. ഉടമ്പടിക്ക് അങ്ങനെ കുഴപ്പമുണ്ട്, ഉടമ്പടി സെറ്റ് ആകത്തില്ല. അതിന്റെ കോമ്പോണൻസ് എല്ലാം കറക്റ്റ് ആകാം. നിങ്ങൾ രോഗികളെ കാണുന്നുണ്ടോ, അതുപോലെ തന്നെ പത്രം കൊടുക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, പ്രത്യക്ഷീകരണം, കോമ്പോണൻസ് എല്ലാം കറക്റ്റ് ആകാം. പക്ഷെ ദൈവം ഈ സാധനം സെറ്റ് ആകത്തില്ല. സെറ്റാകാത്ത കാരണം ഈ ഒരു കാലം കഴിഞ്ഞാൽ നീ നിന്റെ വഴിയെ പോകുമെന്ന് ദൈവത്തിന് അറിയാം. അങ്ങനെ ഒരു റിലേഷൻ നമുക്ക് ദൈവമായിട്ട് ടെമ്പററി റിലേഷൻസ് സാധ്യമല്ല. നിങ്ങൾക്ക് വേറെ ആരുമായിട്ട് വേണമെങ്കിലും ഒരു താൽക്കാലിക റിലേഷൻസ് ഓക്കെയാണ്. പക്ഷെ ദൈവമായിട്ട് ഒരു താൽക്കാലിക റിലേഷൻസ് ഓക്കെ അല്ല. കാര്യം ദൈവത്തിന്റെ റിലേഷൻസ് എല്ലാം ഐ വിൽ ബി വിത്ത് യു അൺ ടു ദി ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കേണ്ടത്? യു മസ്റ്റ് ബി ഓൾസോ വിത്ത് മീ അൺ ടു ദി ലാസ്റ്റ്. ക്ലിയർ അല്ലേ? അല്ലേ? അപ്പൊ take the word of God, I will be with you until the last. മത്തായി 28:20 യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ദൈവത്തിന്റെ ഒരു മോഡ് ഓഫ് റിലേഷൻ അതാണ്. എന്താണ്? അന്ത്യം വരെയാണ്. ടെമ്പററി റിലേഷൻസ് ഇല്ല.